2001 ജനുവരി 15 തിങ്കളാഴ്ച പുറത്തിറങ്ങിയ മാതൃഭൂമി, അതിന്റെ ഹെഡിങ് തന്നെ ഭക്തിയുടെ നിറവിൽ ഉറൂസ് കൊടികൾ ഉയർന്നു. ഭക്തിയുടെ നിറവിൽ ഉറൂസ് കൊടികൾ ഉയർന്നു. എന്നിട്ട് എന്താ പറയുന്നത്? സ്വന്തം ലേഖകൻ കാഞ്ഞിരമുറ്റം, ആയിരങ്ങളുടെ കണ്ടങ്ങളിൽ നിന്നുയർന്ന തക്ബീർ ധ്വനികളുടെ അകമ്പടിയോടെ കാഞ്ഞിരമുറ്റം ശൈഖ് ഫരീദുദ്ദീൻ മക്ബറയിൽ ഞായറാഴ്ച ഉറൂസ് കൊടികൾ ഉയർന്നു. പ്രസിദ്ധമായ കൊടികുത്ത് ദർശിക്കാൻ സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തു നിന്നുമായി സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ പള്ളി അങ്കണത്തിൽ തിങ്ങി നിറഞ്ഞിരുന്നു. ആചാരപ്രകാരം കല്ലൂപ്പറമ്പിൽ നിന്നും ചൂണ്ടക്കാട്ടു നിന്നും ആനപ്പുറത്തേറ്റി മറ്റു 3 ആനകളുടെയും ചെണ്ടമേളം, ദഫ്മുട്ട്, അറവനമുട്ട് എന്നിവയുടെ അകമ്പടിയോടെ ആഘോഷമായി കൊണ്ടുവന്ന കൊടികൾ ഉച്ചക്കൊന്നിന് താഴത്തെ പള്ളിയിലും 1:30 മലേ പള്ളിയിലും ഉയർത്തി. ഞാൻ വായിക്കണം, നിങ്ങൾക്ക് അവിടെ കാണാം. ആനപ്പുറത്ത് കൊണ്ടുവരിക കൊടിയെ. എത്ര നീളാന്നറിയോ? 60 അടി നീളമുള്ള കൊടിയെ. 60 അടി കൊടിയുടെ നീളാ പറഞ്ഞത്. വിശുദ്ധനായ ശൈഖ് ഫരീദുദ്ദീന്റെ മക്ബറയ്ക്ക് മുന്നിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അരണമരത്തിൽ 70 അടി നീളമുള്ള ബഹുവർണ്ണ കൊടി വലിച്ചുയർത്തിയ സമയം തക്ബീർ ധ്വനികളാൽ പള്ളി അങ്കണം ഭക്തിസാന്ദ്രമായി. എവിടെ ഉണ്ടല്ലോ, ഏത് പോത്തിനെ കണ്ടാലും തക്ബീർ വിളിക്കും. ഒരു വിലയില്ലാത്ത സാധനമാക്കിയതിന്. അല്ലാഹു അക്ബറിന്റെ മഹത്വം ഇവർക്ക്. ഏത് പോത്തിനെ കണ്ടാലും ഒക്കെ തക്ബീർ വിളിക്കാം. എവിടെയും വിളിച്ചു തക്ബീർ എന്നാ. എന്നിട്ടോ വിശുദ്ധന്റെ അന്തരീക്ഷത്തിൽ തളിർവെറ്റിലകളും വട്ടപ്പപ്പടവും എറിഞ്ഞ് ഭക്തർ വിശുദ്ധനെ വണങ്ങി. പള്ളി ഇമാം ടി കെ ഫരീദുദ്ദീൻ ദാരിമിയുടെ കാർമ്മികത്വത്തിൽ ളുഹർ നമസ്കാരത്തിന് ശേഷമാണ് കൊടികുത്ത് നടന്നത്. വിശുദ്ധന്റെ കബറിങ്കൽ ജാറം മൂടൽ, ചക്കരക്കഞ്ഞി, കോഴി, വട്ടപ്പപ്പടം, കൊടിപ്പണം, പിടിപ്പണം തുടങ്ങിയ നേർച്ചക്കാഴ്ചകൾ അർപ്പിക്കാനും മൗലൂദ്, റാത്തീബ്, യാസീൻ, ഖുർആൻ പാരായണം നടത്താനും തിരക്കനുഭവപ്പെട്ടു. പ്രധാന വഴിപാടായ ചക്കരക്കഞ്ഞി പള്ളി പരിസരത്ത് വെച്ചുണ്ടാക്കി കഴിക്കാൻ ഭക്തജന തിരക്കായിരുന്നു എന്ന് പറഞ്ഞിങ്ങനെ പറയാ. ശബരിമല ദർശനത്തിന് പോകുന്ന അയ്യപ്പന്മാർ ഇവിടെ വന്ന് തേങ്ങയടിച്ച് വഴിപാടുകൾ അർപ്പിച്ചു പോകുന്നത് പതിവാണ്. ശബരിമല ദർശനത്തിന് പോകുന്ന അയ്യപ്പന്മാരെ ഇവിടെ വന്ന് തേങ്ങയടച്ച് വഴിപാട് നടത്തി പോകും. നിങ്ങൾ നോക്കണം, അവിടെ അയ്യപ്പനാണോ ഇയ്യാപ്പയാണോ തേങ്ങ അടക്കുന്നത്? ആരവിടെ തേങ്ങ അടക്കാൻ വന്നത്? അയ്യപ്പനാ? ആണോ? അല്ല. ഒന്നാം തലയെക്കെട്ട കെട്ടി ഉഷാറായിട്ട് ഇന്ന് മുണ്ടൊക്കെ ഉഷാറാക്കി പൊട്ടിക്കാം. കണ്ടോ? എവിടെയാ മുസ്ലിയാരെ നടക്കുന്നത്? ഇത് അണ്ണാച്ചിവരെ നടത്തണേ? ആണോ? അല്ല. നമ്മുടെ നാട്ടിൽ മൂക്കിന് നാട് നടക്കുക. നമ്മുടെ നാട്ടിൽ നടക്കാണ് ഇത്. വെറുതെ ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ല. അതിനാൽ പത്രം അടക്കം ഞാൻ കൊണ്ടുവന്നത്. കാരണം മുസ്ലിയാക്കന്മാർ പറയാൻ പറ്റൂല, ഞാൻ വരുന്നുണ്ട് അങ്ങോട്ട്. നമ്മളിത് കാണിച്ചാൽ പറയാ അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ കമ്പ്യൂട്ടറൊക്കെ ഇറങ്ങിയ സാധനല്ലേ, അപ്പൊ തേങ്ങയൊക്കെ ഇങ്ങനെ കമ്പ്യൂട്ടർ ഉണ്ടാക്കിയതാന്ന് പറയും. മനസ്സിലായില്ലേ? അതെ, ഞാൻ പത്രം അടക്കം വായിച്ചു. അത് മാത്രം കാണിച്ചാൽ തമിഴ്നാട്ടിൽ നിന്ന് റെക്കോർഡ് ചെയ്യുന്നത് അല്ല, പത്രത്തിലെ റിപ്പോർട്ട് കൃത്യം. മനസ്സിലായില്ലേ? ആ നിലക്ക് ഈ നിലക്കുള്ള പ്രവർത്തനം ഇവിടെ നടക്കുക. എന്നിട്ടോ ഇവിടെയൊക്കെ ചെല്ലണം. ഇത് ചെല്ലണം. നമ്മള് ചെന്ന് നോക്കിയാൽ എന്തൊക്കെയാണെന്നറിയോ? അലോൺസ്മെന്റ് അടക്കം. എന്താ അലോൺസ്മെന്റ് എന്നറിയോ? ഞാനിത് റെക്കോർഡ് ചെയ്യുന്നതിന്റെ ആവശ്യത്തിലായി അവിടെ ചെന്നപ്പോ, ഈ ദർഗയിൽ ചെന്നപ്പോ അവിടെ പറയാ, ആനയും പാപ്പാനും ചെണ്ടമേളക്കാരും പള്ളിയുടെ മുന്നിൽ വേഗം എത്തേണ്ടതാണ്. വാദ്യമേളക്കാർ വേഗം പള്ളിയുടെ വാതിൽക്ക് എത്തേണ്ടതാണ്. ആനയും പാപ്പാനും വളരെ വേഗത്തിൽ പള്ളിയുടെ മുന്നിൽ എത്തേണ്ടതാണ്. അലോൺസ്മെന്റ് പടച്ചോമ്പര എഴുതിയത് അമ്പലത്തിന്റെ മുന്നിൽ പോയിരുന്നോ? അല്ല, നേരെ മറിച്ച് ഈ പള്ളിയുടെ അള്ളാനെ വിളിക്കുന്ന ബാങ്ക് വിളിക്കുന്ന പള്ളിയുടെ മുറ്റത്താണ് ഈ പറയുന്നത്. ഇത് വിശ്വാസികൾ കണ്ടിട്ട് തെറ്റല്ല എന്ന് പറയാൻ എങ്ങനെ കഴിയും? ഇതിനെ അനുകൂലിക്കാൻ എങ്ങനെ സാധിക്കും? എന്നിട്ട് വെടിക്കെട്ടെടുത്തുക, ആചാര വെടി മുഴക്കുക, ആനയെ കൊണ്ടുവരിക അല്ലേ? നിങ്ങൾ ആലോചിക്കണം. ഇത് അലോൺസ്മെന്റ് ഒരു സാമ്പിള് സമയമില്ല, അതുകൊണ്ടാ ഒരു സാമ്പിൾ യാസീൻ മൗലൂദ് റാത്തീബിന് പോകുന്നതിന് പള്ളിയിൽ പ്രത്യേക കൗണ്ടർ തയ്യാറാക്കിയിട്ടുണ്ട്. മനസ്സിലായോ? റാത്തീബ്, യാസീൻ, മൗലൂദ് പോകുന്നതിന് പള്ളിയിൽ പ്രത്യേക കൗണ്ടർ തയ്യാറാക്കിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? വഴിപാട് കൗണ്ടറില്ലേ? അതുപോലെ
മൗലൂദ് റാത്തീബ് അതുപോലെ യാസീനും റാത്തീബും നടത്താൻ പ്രത്യേകമായ കൗണ്ടർ തയ്യാറാക്കിയിട്ടുണ്ട്, വഴിപാട് കൗണ്ടർ പോലെ. അപ്പോ യാസീന്റെ കൗണ്ടർ ചെന്നിട്ട് 10 യാസീൻ, അപ്പോ വില പറയൂടെ 100 രൂപ, 1 ന് 10, 100 രൂപ. 2 മാങ്കൂസ് മൗലൂദ്, അപ്പോ 100 രൂപ, 150 രൂപ, 500 രൂപ. അവിടെ കൗണ്ടറിൽ ഇങ്ങനെ പോട്ട് വെച്ചിട്ടുണ്ടാവും. യാസീന് 10, മൗലൂദ് 25. യാസീന് വില കുറവാ, 10 രൂപയേ ഉള്ളൂ. മൗലൂദ് അങ്ങനല്ല, അതിന് 25. റാത്തീബായി കഴിഞ്ഞാൽ ഖേമല്ലേ 100 അല്ലേ? മുസ്ലിയാക്കന്മാരെ വിളിക്കാൻ ചെന്നാലും അങ്ങനെയല്ലേ? ഉസ്താദെ ഇന്നൊരു യാസീനോദനുണ്ട്, ഉസ്താദ് വരണം. യാസീനോദം മുക്രിക്ക വിളിച്ചാൽ മതി, യാസീനോദം മുക്രിക്ക വിളിച്ചാൽ മതി. ഉസ്താദെ ഇന്നൊരു റാത്തീബുണ്ട്, ഉഷാർ, ഞാനെത്താ. യാസീന മുക്രിക്ക് അധികാരം എന്താ? 10 ഇട്ടുള്ളൂ. റാത്തീബിന് വരെ അങ്ങനെയല്ലല്ലോ, 100 ഇട്ടൂലേ? പഴയ കണക്കാട്ടോ. ഈ നിലക്ക് സഹോദരങ്ങളെ ആളുകള് അല്ലേ, ഖുർആന് വിലയല്ല. എന്നിട്ട് കൗണ്ടർ സ്ഥാപിച്ചിട്ട് 10 യാസീൻ 100 രൂപ കൊടുത്താലേ 10 യാസീൻ ഓതുക, യാസീൻ വാങ്ങുക, എന്നിട്ട് ഓതി വെച്ചിരിക്കാന്ന് പറയുന്നത്. ആരോധി വെച്ച് ഉണ്ടോ? അങ്ങനെ കൗണ്ടറിൽ പോയിട്ട് വാങ്ങുക, മൗലൂദ് കൗണ്ടറിൽ പോയിട്ട് വാങ്ങുക, യാസീൻ കൗണ്ടറിൽ പോയിട്ട് വാങ്ങുക. ഇതൊക്കെ എവിടുന്ന് കിട്ടി കൂട്ടരെ? എവിടുന്ന് കിട്ടി? ഈ നിലക്ക് സഹോദരങ്ങളെ അനാചാരം നടക്കുന്നു നമ്മുടെ നാട്ടിൽ.